ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മുഹമ്മദ് ഫാരിസ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പൊതുവെ ഒരു PSC പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ കട്ട് ഓഫ് ചർച്ച എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഒരു കോമഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, പരീക്ഷ കഴിഞ്ഞ് 3:15 അല്ലെങ്കിൽ 3:30 പരീക്ഷ കഴിയുക. ഈ പരീക്ഷ കഴിഞ്ഞ് അതിന് നമ്മൾ പല യൂട്യൂബ് ചാനലിലെയും കമന്റ് ബോക്സിൽ കാണുന്ന മെസ്സേജ് ആണ് എത്ര വരും കട്ട് ഓഫ്. ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആ പരീക്ഷ എഴുതിയിട്ട് ആ ഒരു പരീക്ഷയുടെ നിലവാരം അനുസരിച്ച്, അതുപോലെ തന്നെ എത്രത്തോളം ഒഴിവുകളുണ്ട് ആ പോസ്റ്റിൽ, ഇതെല്ലാം അനുസരിച്ച് PSC ഈ പേപ്പറുകളുടെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കട്ട് ഓഫ് പുറത്തിറക്കുക. ഓക്കെ, അപ്പോ ഈ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കട്ട് ഓഫിനെ കുറിച്ച് ചോദിക്കുകയും അത് പല ആളുകളും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട്. ഇത്രയാണ് കട്ട് ഓഫ് വരിക, LDCയുടെ കട്ട് ഓഫ് ഇത്രയാണെന്നൊക്കെ പറയാറുണ്ട്. സോ അത് വലിയൊരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളും എന്താണ് ഇതുപോലെ കട്ട് ഓഫിനെ കുറിച്ച് യൂട്യൂബുകളിലും അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പല ആൾക്കാരും അല്ലെ. അപ്പോ അവര് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം രീതിയിലുള്ള കട്ട് ഓഫ് ചർച്ചകൾ ഒഴിവാക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാം എഴുതി എക്സാമിന്റെ നിലവാരം എങ്ങനെയാണ്, കുറച്ച് നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള എക്സാം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല കട്ട് ഓഫ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ അതൊരു എന്താണ് ഈ കട്ട് ഓഫിനെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. മറ്റൊന്ന്, ആ പോസ്റ്റിൽ എത്ര ഒഴിവുകളുണ്ട്. അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് പോസ്റ്റുകളാണെങ്കിൽ ഒന്നുകൂടി കട്ട് ഓഫ് കുറവായിരിക്കും. അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിൽ ഒന്നുകൂടി കട്ട് ഓഫ് കൂടുതലായിരിക്കും. അത് കട്ട് ഓഫിനെ നിർണ്ണയിക്കുന്ന മറ്റൊരു ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആക്ച്വലി പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് വളരെ ഒരു അപകടത്തിലേക്കാണ് എത്തിക്കുന്നത്. അപകടം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഈ കട്ട് ഓഫിന്റെ ചർച്ച മൂലം എന്താണ് അവർ പ്രിപ്പറേഷൻ അവിടെ നിർത്തിവെക്കുകയാണ്. ഇത് കൂടുതലായിട്ടും ബാധിക്കുന്ന പ്രിലിംസ് പരീക്ഷകളിലാണ്. ഈ പ്രിലിംസ് പരീക്ഷകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത്യാവശ്യം എല്ലാ പരീക്ഷകൾക്കും പ്രിലിംസ് എക്സാംസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ LDC LGS ഇപ്പോൾ ASM വരാനിരിക്കുന്നുണ്ട്. അത്തരം പരീക്ഷ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രധാനപ്പെട്ട പരീക്ഷകൾക്കും എന്തുണ്ട്? പ്രിലിംസ് പരീക്ഷ എന്ന് പറയുന്ന പ്രാഥമിക പരീക്ഷയുണ്ട്. അപ്പൊ പ്രാഥമിക പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പ്രാഥമിക പരീക്ഷ 1, 2, 3 അല്ലെങ്കിൽ 4 ഘട്ടങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ് ആ ഒരു കട്ട് ഓഫിനെ കുറിച്ച് ആശങ്കപ്പെടുക. അതിനുശേഷം നമ്മളിപ്പോ എവിടുന്നേലും കട്ട് ഓഫ് 70 മാർക്ക് വരുമെന്ന് ഒരാൾ പറയുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്ക് അതിന് താഴെയാണെങ്കിൽ അയ്യോ ഇനി എനിക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റൂലല്ലോ, അതിന്റെ മെയിൻസ് എക്സാമിലേക്ക് ഞാൻ ക്വാളിഫൈ ചെയ്യില്ലല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ പഠിച്ചിട്ട് കാര്യമൊന്നുമല്ലല്ലോ, സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ സ്പെഷ്യൽ ടോപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആ സ്പെഷ്യൽ ടോപ്പിക് പഠിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ ഒക്കെ കടന്നുപോയിട്ട് അവസാനം PSC നിശ്ചിത പേരുടെ കട്ട് ഓഫ് നിശ്ചിത പേരുടെ എണ്ണം ഷോർട്ട് ലിസ്റ്റ് പുറത്തിറക്കുമ്പോൾ നിങ്ങൾ അതിൽ ഉൾപ്പെടുകയും അതായത് ആ ഒരു നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനേക്കാൾ താഴെയാണ് കട്ട് ഓഫ്, അതിനുശേഷം നിങ്ങൾ ആ ഒരു മെയിൻസ് എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ആ മെയിൻസ് എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാതിരിക്കുകയും ആ ഒരു മെയിൻസ് പരീക്ഷ പ്രധാനമായിട്ടും വിജയിക്കേണ്ട ആ മെയിൻസ് പരീക്ഷ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വരികയും എന്ന് പറയുന്നത് അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് എനിക്ക് ജനറലി നിങ്ങളോട് പറയാനുള്ളത്, ഈ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് മാർക്കുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഈ കട്ട് ഓഫിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുക. ഒരു ആവറേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടോപ്പ് സ്കോർ ചെയ്ത ആൾക്കാരൊക്കെ പിന്നെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല, അവർ ഇനി മെയിൻസ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യും. എന്നാൽ ഒരു ആവറേജ് മാർക്ക്, അതായത് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ആ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ഈ കട്ട് ഓഫിനെ കുറിച്ച് ചോദിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് അത് വരുന്നത് വരെ പഠിക്കാതിരിക്കുകയും അതിനെക്കുറിച്ച് ടെൻഷൻ ഇട്ട് ഇരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ജനറലി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എക്സാമിന്റെ നിലവാരവും എല്ലാം അനുസരിച്ചാണ്, എത്ര പേര് എഴുതി, എത്ര ഒഴിവുകളാണ് ആ ഒരു പോസ്റ്റിലേക്കുള്ളത്, ഇതെല്ലാം അനുസരിച്ചാണ് ആ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് വരിക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്, ഇനി അതിന്റെ വിധി നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല അല്ലെ. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. 3:15 അല്ലെങ്കിൽ 3:30 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിധി അവിടെ എഴുതി. ഇനി നമ്മൾ അതിനെക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും ഒരു കാര്യവുമില്ല. അതുകൊണ്ട്
എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ വിധി കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത എക്സാം വരുന്നുണ്ടെങ്കിൽ, അതായത് പ്രിലിംസ് എക്സാം അപ്പൊ പ്രിലിംസ് ആണ് എഴുതിയതെങ്കിൽ മെയിൻസ് എക്സാമിലേക്ക് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ LDCയുടെ കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കുറച്ച് ജില്ലകളുടെ ഓൾറെഡി വന്നു. പല ആളുകളും ആ LDC എക്സാം പറഞ്ഞ സമയത്തുള്ള ആ ഒരു കട്ട് ഓഫ് അല്ല, പല ജില്ലകളിലും വളരെ ഉയർന്ന കട്ട് ഓഫ്, തിരുവനന്തപുരം പോലത്തെ ജില്ലകളിലൊക്കെ 70+ കട്ട് ഓഫ് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ചില ആളുകൾ ആ ഒരു കട്ട് ഓഫ് കേട്ട് പ്രതീക്ഷിച്ച ആൾക്കാരുണ്ടാവും. രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന്, ഈ കട്ട് ഓഫ് കേട്ട് പഠനം നിർത്തുന്ന ആളുകളുണ്ട്. മറ്റൊന്നാണ് കട്ട് ഓഫ് കേട്ട് പ്രതീക്ഷിച്ച ഇത്രയാണല്ലോ കട്ട് ഓഫ്, എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ജോലി സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഇനി പഠിക്കൊന്നും വേണ്ട, അങ്ങനെ പഠനം നിർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവര് ഇനി ആ ഒരു ട്രാപ്പിലേക്കാണ്, ഏറ്റവും ഒരു ഡേഞ്ചർ ആയുള്ള സ്റ്റേജിലേക്കാണ് അവര് എത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും അത്തരം രീതിയിലുള്ള ആ ഒരു ചർച്ചകൾ ഒഴിവാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ പ്രിലിംസ് എക്സാം ആണെങ്കിൽ ആ പരീക്ഷ കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ആവറേജ് എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ മെയിൻസ് എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കട്ട് ഓഫ് എല്ലാം വരും. ഇനിയിപ്പോ നിങ്ങൾ കട്ട് ഓഫ് വന്ന് നിങ്ങൾ ആ ലിസ്റ്റിൽ, ആ ഷോർട്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ മെയിൻ എക്സാം എഴുതുന്ന ലിസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് വേസ്റ്റ് ആവോ? ഇല്ല. നമുക്ക് കോമൺ എല്ലാ ജനറൽ PSC എക്സാമിനും ഒരേ സിലബസ് തന്നെയാണ്. ഇവിടെ നമുക്ക് പ്രയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ വരുന്ന എക്സാമിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ അവിടെയായിരിക്കും നമ്മുടെ ഭാഗ്യം കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും നിങ്ങൾ ഇതിന്റെ പേരിൽ ഈ കട്ട് ഓഫ് ചർച്ചകളും മറ്റുമായിട്ട് നിങ്ങൾ സമയം കളയാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 10th മെയിൻസ് വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ നല്ല നല്ല പോസ്റ്റുകൾ. അതും ലബോറട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നിയമന സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു എക്സാമിലേക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ സ്റ്റഡി സ്ട്രാറ്റജി, കോർ ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നോൺ GK ടോപ്പിക്സ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ഇതെങ്ങനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 5 രാത്രി 7:30 ഒരു സൂം വെബിനാറുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ. സോ ഈ വെബിനാറിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കട്ട് ഓഫിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വെബിനാറിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.